പിറന്നു വീണത് വിശപ്പിലേക്കായിട്ടും ചേരിയിൽ പന്ത് തട്ടി നടന്നവനെ അവർ ഗോൾഡൻ ബോയ് എന്ന് വിളിച്ചു. ഉരുണ്ട പന്തിനോളം ഇരുണ്ട ലഹരിയെയും പ്രാന്തമായി പ്രണയിച്ചു തുടങ്ങുമ്പോൾ മുതലേ അയാളിലെ പന്താട്ടം പറഞ്ഞ വേട്ട തുടങ്ങിയതാണ്. 17-ൽ ടോപ്പ് സ്കോററായി രാജ്യത്തിന്റെ മാനം കാത്തതും 19-ൽ വൻകരയ്ക്ക് വേണ്ടി പന്ത് തട്ടിയതും 86-ൽ ലോകകപ്പ് നേടിയതും 20-ാം നൂറ്റാണ്ടിന്റെ ലഹരിയിൽ അമർന്ന ഫുട്ബോൾ കഥകളാണ്. കാലം പെലെ എന്ന് വിളിച്ചപ്പോൾ അല്ല ഞാൻ മർഡോണ എന്ന് തിരുത്തി പറഞ്ഞവന് പകരമായി എത്തിയവനും അതേ നാടിന്റെ പേര് കാത്തവൻ. വിധി വേട്ടയാടുമ്പോഴും ഫൈനലിൽ തലതാഴ്ത്തുമ്പോഴും മങ്ങിയ ചിരി പൂവിട്ട് തിരികെ വന്നത് കോപ്പയുടെ നേട്ടത്തോടെയാകാം. അന്ന് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്നത് പോലെ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ കേട്ടവൻ തന്നെ അതേ രാജ്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നായകനായി എത്തുന്നു ലോകകപ്പിൽ. പ്രായം മാത്രം വില്ലനായി അവതരിച്ച അയാളിൽ ഇടംകാലിന്റെ വേഗതയിലും വേട്ടയിലും അർജന്റീന കിരീടം നേടിയാൽ വെട്ടിത്തിരുത്താനാകാത്ത ചരിത്രമായി അത് മാറിയേക്കാം. മറിച്ചാണെങ്കിൽ നികത്താനാകാത്ത വിഷമവും. ഒരു കടുത്ത ബ്രസീൽ ആരാധകനായിട്ടും ജൂൺ 24 അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പിറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെയും ഭാഗ്യം.